ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ അതിലത്തെ പേപ്പർ ബോട്ടിലെ പാസേജസ് ഒക്കെ കഴിഞ്ഞു. അതിലൊരു രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പോയം ഉണ്ട്. അതാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊന്ന് കേൾക്കാം. ഓക്കെ, പേപ്പർ ബോട്ട്, അത് തന്നെയാണ് ആ പോയത്തിന്റെ പേര്. ഡേ ബൈ ഡേ I float my paper boats one by one down the running stream. Day by day I float my paper boats one by one down the running stream. Day by day എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും ഓരോ ദിവസവും I float my paper boats, ഞാൻ എൻ്റെ പേപ്പർ ബോട്ട്സ് ഫ്ലോട്ട് ഒഴുക്കി വിടും. വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിങ് സ്ട്രീം. എങ്ങനെയാ? ഓരോന്നായിട്ട് ഞാൻ ആ ഒഴുകുന്ന പുഴയിലൂടെ എന്റെ പേപ്പർ ബോട്ട്സ് എല്ലാം ഒഴുക്കി വിടും. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വേർ ഐ ലീവ്. എന്താണ്? ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, കറുത്ത വലിയ അക്ഷരത്തിൽ, ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം, ഞാൻ എൻ്റെ പേര് ആ ബോട്ടില് എഴുതി വയ്ക്കുക. ആ ബോട്ടുകളില് എൻ്റെ പേര് ഞാൻ കറുത്ത വലിയ അക്ഷരങ്ങളില് എഴുതി വെക്കും. പേര് മാത്രമല്ല, ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വേർ ഐ ലിവ്, ഞാൻ താമസിക്കുന്ന എൻ്റെ ഗ്രാമത്തിന്റെ, വില്ലേജ് എന്താ? ഗ്രാമം. ഗ്രാമത്തിന്റെ പേരും ഞാൻ ആ ബോട്ടില് എഴുതി വെക്കും. അപ്പൊ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബോട്ട് ഓരോന്നായിട്ട് ഞാൻ ഒഴുക്കി വിടും. അതിലെല്ലാം ഞാൻ എൻ്റെ പേര് വലിയ അക്ഷരത്തില്, കറുത്ത അക്ഷരങ്ങളില് എഴുതി. എൻ്റെ പേര് മാത്രമല്ല, എൻ്റെ ഗ്രാമത്തിന്റെ, ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിന്റെ പേരും ഞാൻ അതില് എഴുതി വെക്കും. I hope that someone in some strange land will find them and know who I am. അതായത് I hope that, ഞാൻ പ്രതീക്ഷിക്കുന്നു, someone in some strange land, ആരെങ്കിലും, അതായത് അപരിചിതമായ സ്ഥലത്തുള്ള ആരെങ്കിലും, പരിചയമില്ലാത്ത ആരെങ്കിലും, will find them and know who I am, ഈ ബോട്ടുകളെ കാണും, എന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കും. അപ്പൊ കുട്ടി എന്തിനാണ് പേര് എഴുതി വെക്കുന്നത് ബോട്ടില്? ഈ ബോട്ട് എവിടെയെല്ലാം ഒഴുകി ചെല്ലുന്നുണ്ടോ, അപ്പൊ ആ കുട്ടിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളായിരിക്കാം, അപരിചിതമായ സ്ഥലങ്ങളായിരിക്കാം, അവിടെയൊക്കെ ഒഴുകി ചെല്ലുമ്പോ എന്താ? ഈ ബോട്ടിലുള്ള പേരും ഈ കുട്ടിയുടെ പേരും ഗ്രാമത്തിന്റെ പേരും കാണുമ്പോ എന്നെ അവർക്ക് മനസ്സിലാവും, എന്നെ അവർ അറിയുമെന്ന് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കുട്ടി ഓരോ ബോട്ടും ഒഴുക്കുന്നതും അതിൽ തന്റെ പേരും ഗ്രാമത്തിന്റെ പേരും എഴുതി വെക്കുന്നത്. I load my little boats with shivuli flower from our garden and hope that these blooms of the dawn will be carried safely to land in the night. I load my little boats with shivuli flower. I load, ഞാൻ നിറയ്ക്കും, my little boats, എൻ്റെ ആ ചെറിയ വഞ്ചികള് ഞാൻ നിറയ്ക്കും. എങ്ങനെയാ നിറയ്ക്കുക? വിത്ത് ഷിവൂലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ, ഞങ്ങളുടെ തോട്ടത്തിലുള്ള ഷിവൂലി ഫ്ലവർ, ആ പൂക്കളെ കൊണ്ട്. അതായത് ആ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? പുലരാറാവുമ്പോൾ, രാത്രിയുടെ അവസാനത്തെ യാമങ്ങളിൽ വിരിയുന്ന പൂക്കളാണ് ഷിവൂലി. നമ്മുടെ മുല്ലപ്പൂവൊക്കെ പോലെ വിരിയുന്ന, അല്ലെ, അങ്ങനത്തെ പൂക്കളാണ് ഈ ഷിവൂലി ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. വെളുത്ത നിറത്തിലുള്ള പൂക്കളായിരിക്കാം. അപ്പോ രാത്രിയിൽ വിടരുന്ന പൂക്കൾക്കൊക്കെ സാധാരണ വെളുത്ത നിറമാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പൂക്കൾ കൊണ്ട് നിറയ്ക്കും ഞാൻ എൻ്റെ ആ ചെറിയ വഞ്ചികള്. and hope that these blooms of the dawn will be carried safely to land in the night. അപ്പൊ ഈ ബോട്ടിലെ വഞ്ചിയിൽ നിറച്ച ഈ പൂക്കളെ സുരക്ഷിതമായിട്ട് കരയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. Veda, I launch my paper boats. ഞാൻ എൻ്റെ പേപ്പർ ബോട്ട്സ് വെള്ളത്തിൽ ഇറക്കിയതിന് ശേഷം എന്ത് ചെയ്യും? ആൻഡ് ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ, ഞാൻ ആകാശത്തേക്ക് നോക്കും. ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ്സ് സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്. അപ്പൊ എന്താ കാണാം ആകാശത്തേക്ക് നോക്കുമ്പോ? ദ ലിറ്റിൽ ക്ലൗഡ്സ്, ആ കുഞ്ഞു മേഘങ്ങള്, സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്, പായ വിരിച്ച് യാത്ര ആരംഭിക്കുന്നത് ഞാൻ അപ്പോൾ കാണും. അപ്പൊ ഞാന് ഈ കടലാസ് വഞ്ചികള് വെള്ളത്തിൽ ഇറക്കിയതിനു ശേഷം ഞാൻ ആകാശത്തേക്ക് നോക്കും. അപ്പൊ എന്താ കാണുന്നത്? ആകാശത്തില് കുഞ്ഞു മേഘങ്ങള്, അത് അതിന്റെ ഇങ്ങനെ ഒരു കപ്പൽ എങ്ങനെ യാത്ര തിരിക്കുക, പായക്കപ്പലൊക്കെ ആണെന്ന് അതിന്റെ ഇതൊക്കെ വിരിച്ച്, അപ്പൊ എന്താ കാറ്റ് വീശുമ്പോ അത് വീർക്കും അല്ലെ? അപ്പൊ അതാണ് ബൾജിങ് എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് എവിടേക്കാണോ കാറ്റ് വീശുന്നത് ആ ദിശയിലേക്ക് അതിന്റെ ആ പായ്ക്കപ്പലിന്റെ പായ വിരിച്ചത് ഒന്ന് ബൾജ് ചെയ്യും അല്ലെ? അതുപോലെ ബൾജ് ചെയ്ത് യാത്ര ആരംഭിക്കുന്നത് പോലെ കുട്ടിക്ക് തോന്നാണ്. I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. I know not what playmate of mine in the sky sent them down the air to race with my boats. I know not what playmates of mine. എനിക്കറിയില്ല. ഐ നോ നോട്ട്, എനിക്ക് അറിയില്ല. എന്ത്? വാട്ട് പ്ലേമേറ്റ്സ് ഓഫ് മൈൻ. പ്ലേമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കൂട്ടുകാരൻ. എന്റെ ഏത് ഓഫ് മൈൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏത് കളിക്കൂട്ടുകാരനാണ് in the sky send them down the air to race with my boats. എന്റെ ഈ വഞ്ചികളോട് മത്സരിക്കാനായിട്ട് എന്റെ ഏത് കളിക്കൂട്ടുകാരനാണ് ഈ അപ്പൊ കുഞ്ഞു മേഘങ്ങള് അതിന്റെ യാത്ര ആരംഭിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ എന്റെ വഞ്ചികള് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആകാശത്തുള്ള കുഞ്ഞു മേഘങ്ങൾ എന്റെ വള്ളങ്ങളോട് മത്സരിക്കാൻ പോവുകയാണെന്ന് കുട്ടിക്ക് തോന്നുകയാണ്. കുട്ടി നദിയിലൂടെ ഒഴുകുമ്പോ ആകാശത്തുള്ള തന്റെ ഏതോ ഒരു കളിക്കൂട്ടുകാരൻ, അത് ആരാണെന്ന് അറിയില്ല, ആ കളിക്കൂട്ടുകാരൻ ഈ അവിടെ നിന്ന് ആകാശത്ത് നിന്ന് കുഞ്ഞു മേഘങ്ങളെ വഞ്ചിക്ക് പകരം വഞ്ചി പോലെ വിടുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടി വിട്ട ചെറിയ വഞ്ചികളോട് മത്സരിക്കുകയാണ് ആ കുഞ്ഞു മേഘങ്ങൾ ആകാശത്ത് നിന്നാണ് ഈ കുട്ടിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ വള്ളങ്ങളോട് മത്സരിക്കാൻ ആകാശത്തുള്ള എന്റെ ഏത് കളിക്കൂട്ടുകാരനാണ് ഈ കുഞ്ഞു മേഘങ്ങളെ അയച്ചതെന്ന് എനിക്ക് അറിയില്ല. I know not what playmates of mine in the sky sent them down there to race with my boats. എന്റെ വഞ്ചികളോട് റേസ് മത്സരിക്കാൻ ഏത് കളിക്കൂട്ടുകാരനാണ് ഈ കുഞ്ഞു മേഘങ്ങളെ അയച്ചതെന്ന് എനിക്ക് അറിയൂടാ. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight star. When night comes, രാത്രിയാകുമ്പോൾ, I bury my face in my arms and dream. എന്റെ കൈകളിൽ ഞാൻ മുഖം അമർത്തി കിടക്കുന്നു രാത്രിയാകുമ്പോൾ. In my arms and dream, എന്നിട്ട് ഞാൻ സ്വപ്നം കാണും. That my paper boats float on and on under the midnight stars. അതായത് എന്റെ ഈ പേപ്പർ ബോട്ട്സ് ഒഴുകി നടക്കുന്നു എവിടെ? ഓൺ അണ്ടർ ദ മിഡ്നൈറ്റ് സ്റ്റാർ. മിഡ്നൈറ്റ് സ്റ്റാർ, നൈറ്റ് സ്റ്റാർ എന്താ? നക്ഷത്രങ്ങൾ. മിഡ്നൈറ്റ് സ്റ്റാർ, പാതിരാ നക്ഷത്രങ്ങൾക്ക് കീഴെ എന്റെ കളിവള്ളങ്ങൾ ഒഴുകി നടക്കുന്നത് ഞാൻ സ്വപ്നം കാണും. The fairies of sleep are sailing in them, and the lading is their basket full of dreams. അതെന്താ? The fairies of sleep, നിദ്രാദേവതകൾ. ഫെയറി നമ്മൾ മുന്നേ പഠിച്ചിട്ട് ദേവത, മാലാക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ഫെയറീസ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിന്റെ ദേവത, നിദ്രാദേവതകള്. സെയിലിംഗ് ഇൻ ദം, എന്റെ ആ വഞ്ചികളിലെ
എന്താണ്, യാത്ര ചെയ്യുകയാണ്. ആൻഡ് ദ ലേഡിങ് ഈസ് their basket full of dream. അവരുടെ കൈകളിലുള്ള ആ ബാസ്കറ്റ്, കുട്ട നിറയെ എന്താണ്, ഫുൾ ഓഫ് ഡ്രീംസ്, സ്വപ്നം നിറച്ചാണ് അവര് ആ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത്. അവരുടെ കൈകളിൽ മുഴുവൻ എന്താണ്, സ്വപ്നം നിറച്ച കുട്ടകളാണ് അവര് വെള്ളത്തില് നിറച്ചിരിക്കുന്നത്. അപ്പോ ഈ പേപ്പർ ബോട്ട് എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു പോയമാണ് നമ്മളിവിടെ കേട്ടത്. അതിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഫ്ലോട്ട്സ് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം? ആരാണ് കടലാസ് വള്ളങ്ങളെ പുഴയിലെ ഒഴുക്കി വിടുന്നത്, ഇറക്കി വിടുന്നത്? ഹു ഫ്ലോട്ട്സ് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് എന്താണ് ചോദ്യം? What does the boy hope when he floats the boats? What does the boy hope? എന്താണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്? when he floats the boats, അവൻ വെള്ളത്തിലെ ഈ ബോട്ടുകൾ ഇറക്കുമ്പോൾ അവന്റെ പ്രത്യാശ എന്താണെന്നാണ് ചോദിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, who sends the clouds to race with the boats? ആരാണ് കുഞ്ഞു മേഘങ്ങളെ ഈ വള്ളങ്ങളോട് മത്സരിക്കാനായിട്ട് ആരാണ് അയച്ചത്? ഹൂ സെൻസ് ദ ക്ലൗഡ്സ് ടു റേസ് വിത്ത് ദ ബോട്ട്സ്? ഈ വഞ്ചികളുമായിട്ട് മത്സരിക്കാൻ ആരാണ് മേഘങ്ങളെ അയച്ചതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീംസ് അബൌട്ട് ദ പേപ്പർ ബോട്ട്സ്? വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീം? എന്തൊക്കെയാണ് ഈ വഞ്ചികളെ കുറിച്ച് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ എന്നാണ് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടനുബന്ധിച്ചൊരു ആക്ടിവിറ്റി ഉണ്ട്, ആക്ടിവിറ്റി 1. അത് നമുക്കൊന്ന് ചെയ്യാം. ഒന്ന് വായിക്കാം. അപ്പൊ ആക്ടിവിറ്റി, I load my little boats with shivuli flower from our garden. The boy says many things about his hopes, wishes, plans and dreams. ഈ കുട്ടി അവന്റെ ധാരാളം ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്, സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പോയത്തിൽ ആ കുട്ടിയുടെ ആഗ്രഹങ്ങളെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് എന്തൊക്കെയാണെന്നുള്ളത്. Now make sentences about the boy's dreams and hope by matching the items in the columns meaningfully. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? താഴെ ഒരു രണ്ട് കോളം തന്നിട്ടുണ്ട്. അതിലത്തെ സെന്റൻസ് മാച്ച് ചെയ്യിക്കുക. ആ കുട്ടിയുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എന്താണെന്ന് എന്നിട്ട് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കോളത്തിൽ ഐ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്നുള്ള വാക്ക്. രണ്ടാമത്തെ കോളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ള സെന്റൻസ് മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ മാച്ച് ചെയ്ത് ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഐ എന്നുള്ളത് പൊതുവാണ്. അപ്പൊ എങ്ങനെയാണ്? ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത് ഐ, രണ്ടാമത്തെ കോളത്തിൽ ഫ്ലോട്ട്, ഹോപ്പ്, ബറി, റൈറ്റ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് കോളത്തിലുള്ള സെന്റൻസ്, മൈ ഫേസ് ഇൻ മൈ ആം, മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്, ദാറ്റ് സംവൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. അപ്പൊ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഐ എന്ന് സെലക്ട് ചെയ്തു. ഐ ഫ്ലോട്ട്, ഞാൻ ഒഴുക്കും. എന്തായിരിക്കും അവിടെ? അപ്പൊ ആ സെന്റൻസിന് വരുന്ന അടുത്ത സെന്റൻസ് ഏതായിരിക്കും? ഒഴുക്കുക, പേപ്പർ ബോട്ട്. എവിടെ ഒഴുക്കുക? ഇൻ ദ സ്ട്രീം. അപ്പൊ ലാസ്റ്റ് കോളത്തിലുള്ള ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം, ഞാൻ ഒഴുക്കും എന്റെ വഞ്ചികള് അരുവിയില്. അതാണ് അതിലത്തെ ആദ്യത്തെ സെന്റൻസ്. അടുത്തത് എന്താ? രണ്ടാമത്തെ ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദാറ്റ്, എന്റെ പേര് കാണുന്നു അല്ലെ, ദാറ്റ് someone will see my paper boats, ആരെങ്കിലും എന്റെ ഈ പേപ്പർ ബോട്ട്സ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ ഐ ബറി, ഞാൻ ബറി കുഴിച്ചിടും. എന്താ കുഴിച്ചിടുക? മൈ ഫേസ് ഇൻ മൈ ആം, എന്റെ മുഖം എന്റെ കൈകളിൽ ഞാൻ അമർത്തി വെക്കും അല്ലേ? നമ്മൾ നേരത്തെ കേട്ടതാണ്. അടുത്തത് എന്താ? ഐ റൈറ്റ്, ഞാൻ എഴുതും. എന്താ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ പറയാൻ പറ്റുള്ളൂ? എന്താ എഴുതുക? എന്റെ പേര് അല്ലെ, എന്റെ പേരും എന്റെ ഗ്രാമത്തിന്റെ പേരും എഴുതുന്നു കേട്ടു. ഐ റൈറ്റ് മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്. ഐ റൈറ്റ്, ഞാൻ എഴുതും. എന്ത്? എന്റെ പേര് ആ പേപ്പർ ബോട്ടിൽ എഴുതും. അപ്പൊ ഇതാണ് അതിലത്തെ മാച്ച് ആയിട്ട് വരുന്ന സെന്റൻസ്. അപ്പൊ നിങ്ങളിത് അടിയിലുള്ള
പുസ്തകം തന്നിരിക്കുന്ന സ്ഥലത്ത് അത് എടുത്ത് മാച്ച് ചെയ്തിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.